ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രാവശ്യത്തെ എക്സാമിനും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു ചലനവും ഡേഷ് ആണെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തനം, പഠന പ്രവർത്തനം, കായിക പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം. അപ്പോൾ അവിടെ എന്തായിരിക്കും കൂട്ടുകാരെ വരിക? അത് കായിക പ്രവർത്തനമാണല്ലേ. ആൻസർ എന്താണ്? കായിക പ്രവർത്തനം. അപ്പോൾ പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു ചലനവും എന്താണ്? കായിക പ്രവർത്തനമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായ ടീം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? ആൻസർ ഓപ്ഷൻ എ, അർജന്റീന. എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണ്? അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് അതെ, ധാന്യങ്ങളാണ് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ധാന്യങ്ങൾ. ഓക്കെ, ദെൻ 4ാമത്തെ ചോദ്യം. ബലം പ്രയോഗിക്കാനുള്ള പേശിയുടെ കഴിവിനെ എന്താ നമ്മൾ പറയുന്നത്? പേശി ശക്തി എന്നാണല്ലേ പറയുന്നത്. ബലം പ്രയോഗിക്കാനുള്ള പേശിയുടെ കഴിവിനെ എന്താ കൂട്ടുകാരെ പറയുക? പേശി ശക്തി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച ശരീരത്തിന്റെ ഏത് ഭാഗത്തിന് അയവ് ലഭിക്കുന്നതിന് ചെയ്യുന്ന വ്യായാമമാണിതെന്ന് കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം നോക്കൂ കൂട്ടുകാരെ, ഏതായിരിക്കും വ്യായാമം? തുടകൾക്ക് മുൻഭാഗത്തെ പേശികൾക്ക് അല്ലേ, തുടയിലെ മുൻഭാഗത്തെ പേശികൾക്ക് അയവ് ലഭിക്കുന്നതിന് ചെയ്യുന്ന വ്യായാമമാണിതില്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. പന്ത് ഉപയോഗിക്കാതെയും കളിക്കുന്ന 2 കളികളുടെ പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? നമുക്ക് ഫുട്ബോൾ എഴുതാം, ബാസ്കറ്റ് ബോൾ എഴുതാം, ക്രിക്കറ്റ്, ഹോക്കി, ഇവയൊക്കെ നമുക്ക് എന്തിലെഴുതാം? പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന കളികളിൽ എഴുതാം. ഈ പന്ത് ഉപയോഗിക്കാതെ കളിക്കുന്ന നമുക്ക് ഏതെഴുതാം? ഖോഖോ എഴുതാം, കബഡി, ബാഡ്മിൻ്റൺ, കിളിത്തട്ട് കളി, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എത്ര എണ്ണമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ? 2 എണ്ണല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ ദീർഘസമയം കളികളിൽ ഏർപ്പെട്ട ശേഷം പുനഃപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം? പതുക്കെ ഓടുക അല്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പതുക്കെ നടക്കുക. ദെൻ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുക അല്ലേ, പതുക്കെ സ്ട്രെച്ചിങ് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം എന്താണ്? പതുക്കെ ഓടുന്നു, പതുക്കെ നടക്കുന്നു, ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നു, പതുക്കെ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം. ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ? അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ. ഏതൊക്കെയാണ്? അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ. ദെൻ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 4 ധാതുക്കളുടെ പേരെഴുതുക. എന്താ ചോദിച്ചിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 4 ധാതുക്കളുടെ പേരെഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? അയേൺ, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ഇവയൊക്കെ എഴുതാവുന്നതാണ് അല്ലേ. മനുഷ്യശരീരത്തിന് ആവശ്യമായ 4 ധാതുക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? അന്നജം, കാൽസ്യം, അയേൺ, പൊട്ടാസ്യം, സോഡിയം. ഏതൊക്കെയാണ്? കാൽസ്യം, അയേൺ, പൊട്ടാസ്യം, സോഡിയം. ദെൻ ഹൃദയശ്വസനക്ഷമത കൈവരിക്കാൻ ചെയ്യേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? ദീർഘദൂരം നടക്കുക, പിന്നെയോ തുടർച്ചയായിട്ട് പതുക്കെ ഓടുക അല്ലേ. ദെൻ എയറോബിക്, സൈക്ലിംഗ്, ഇവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ഹൃദയശ്വസനക്ഷമത കൈവരിക്കാൻ ചെയ്യേണ്ട ഏതെങ്കിലും 2 പ്രവർത്തനങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ദീർഘദൂരം നടക്കുക, തുടർച്ചയായി പതുക്കെ ഓടുക, എയറോബിക്സ് അതായത് സൈക്ലിംഗ് അല്ലേ, ഒരു സൈക്ലിംഗും ചെയ്യാവുന്നതാണ്. ദെൻ 11, 12 ചോദ്യങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ രേഖപ്പെടുത്തുക. പുട്ടിൽ എന്താണുള്ളത്? അന്നജമാണ്. കടലയിൽ എന്താ കൂട്ടുകാരെ ഉള്ളത്? മാംസ്യമാണല്ലേ. കടലയിൽ എന്താണ്? മാംസ്യം. ചോറോ? അന്നജമാണല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ചപ്പാത്തിയിലെ പോഷകം ഏതാണ്? അതും അന്നജമാണെന്ന് നമുക്കറിയാം. ദെൻ മുട്ടക്കറി എഴുതാം അല്ലേ. അതിലേതൊക്കെയാണുള്ളത് പോഷകങ്ങൾ? മാംസ്യവുമുണ്ട്, ധാതുക്കളുമുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് ബ്രെഡ് എഴുതാം. എന്താണ് പോഷകം? അന്നജമാണ്. ദെൻ വെണ്ണയോ? കൊഴുപ്പാണ്. അതെ, പോഷകം എന്താണ്?
കൊഴുപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തുക. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ കായിക പ്രവർത്തനവും വ്യായാമവും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ കായിക പ്രവർത്തനവും വ്യായാമവും തമ്മിലുള്ള വ്യത്യാസമാണല്ലേ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപയോഗത്തോട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എന്താണ്? കായിക പ്രവർത്തനമാണല്ലേ. നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാം? ഗാർഹിക ജോലികൾ ചെയ്യുന്നത്, സ്കൂളിലേക്ക് നടന്നു പോകുന്നത്, സൈക്കിൾ സവാരികൾ നടത്തുന്നത് മുതലായവയല്ലേ. ഇനി നോക്കൂ, ശാരീരിക ക്ഷമത നിലനിർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതവും ക്രമീകൃതവും നിരന്തരവുമായി ചെയ്യുന്ന ചലന പ്രവർത്തനങ്ങളാണ് എന്ത് കൂട്ടുകാരെ? അതെ, വ്യായാമം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കായിക പ്രവർത്തനവും വ്യായാമവും തമ്മിലുള്ളതുപോലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കലാവിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ദേശാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന നാടൻ പാട്ട് എടുത്തെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നന്ദുണിപ്പാട്ട്, തിരുവാതിരപ്പാട്ട്, ഇടനാടൻ പാട്ട്, കടൽപ്പാട്ട്. ഇതിലേതാണ് കൂട്ടുകാരെ? അത് ഇടനാടൻ പാട്ടാണല്ലേ. ഏതാണ്? ഇടനാടൻ പാട്ട്. ഓക്കെ, ആൻസർ ഇടനാടൻ പാട്ട്. ദെൻ ഗദ്ദിക എന്ന അനുഷ്ഠാന കലാരൂപത്തെ കലാമൂല്യം നിലനിർത്തിക്കൊണ്ട് പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരി? PK കാളനുണ്ട്, E കൃഷ്ണയ്യറുണ്ട്, ഗുരു ഗോപിനാഥുണ്ട്, ഡോക്ടർ ചുമ്മാർ ചൂണ്ടലുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ഗദ്ദിക എന്ന അനുഷ്ഠാന കലാരൂപത്തെ കലാമൂല്യം നിലനിർത്തിക്കൊണ്ട് പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയത്? അത് നമുക്കറിയാം ആരാണ്? PK കാളനാണല്ലേ. ആരാണ്? ആൻസർ എന്താണ്? PK കാളൻ. ഓക്കെ, ദെൻ ഇംപ്രഷനിസം എന്ന കലാപ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ എന്നാണല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈന, പാരീസ്, ജപ്പാൻ, ഇംഗ്ലണ്ട്. എവിടെയാണ്? അതെ, പാരീസിലാണല്ലേ. ആൻസർ എന്താണ്? പാരീസ്. ഓക്കെ, ദെൻ അഭിനയിക്കുന്ന ഇടത്തിന്റെ 3 ഭാഗവും ചുമരിനാൽ ചുറ്റപ്പെട്ടതും മുൻഭാഗം തിരശ്ശീല ഉപയോഗിച്ച് പ്രേക്ഷകരിൽ നിന്ന് വേർതിരിക്കുന്നതുമായ രംഗവേദിയാണ് എന്ത്? നോക്കൂ, അരീന സ്റ്റേജ്, സാൻഡ്വിച്ച് സ്റ്റേജ്, പ്രൊസീനിയം സ്റ്റേജ്, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ. ഇതിലേതാണ് കൂട്ടുകാരെ? അതേ, നമുക്കറിയാം പ്രൊസീനിയം ആണല്ലേ. ഏതാണ്? പ്രൊസീനിയം സ്റ്റേജ് ആണ്. ആൻസർ എന്താണ്? പ്രൊസീനിയം സ്റ്റേജ്. ദെൻ തീൻകന്യ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ ക്വസ്റ്റ്യൻ? തീൻകന്യ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? അതെ, സത്യജിത്ത് റായ് ആണല്ലേ. ആരാണ്? സത്യജിത്ത് റായ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 3 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് എല്ലാ ചോദ്യങ്ങളും നോക്കാം. 6ാമത്തെ ചോദ്യം നോക്കാം. നാദത്തെ 2ആയി തിരിച്ചിരിക്കുന്നു, അത് ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നാദത്തെ 2ആയി തിരിച്ചിരിക്കുന്നു, അവ ഏതൊക്കെയാണ്? യെസ്, ആഹതവും അനാഹതവുമാണ് അല്ലേ. ഏതാണ്? ആഹതവും അനാഹതവും. ദെൻ ഗദ്ദിക 2 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? നാട്ടുഗദ്ദികയും ഉണ്ട്, അതുപോലെ പൂജാ ഗദ്ദികയും ഉണ്ട് അല്ലെ. ഗദ്ദിക 2 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ് കൂട്ടുകാരെ? നാട്ടുഗദ്ദിക, പൂജാ ഗദ്ദിക. ദെൻ കളർ വാല്യൂ എന്നാൽ എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് കളർ വാല്യൂ? അതായത് നിറങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചത്തിന്റെ തോതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കളർ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ്? നിറങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചത്തിന്റെ തോതിനെയാണ് എന്തെന്ന് പറയുന്നത്? കളർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രെയിം റേറ്റ് എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. ഫ്രെയിം റേറ്റ് എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ചലനം സൃഷ്ടിക്കുന്നതിന് ചിത്രങ്ങളെ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ആവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഉദാഹരണം നമുക്ക് ഏതൊക്കെ എഴുതാം? 24, 60, 120, 240 ഇവയൊക്കെ അല്ലേ. ഓക്കെ, ദെൻ രംഗവസ്തുക്കൾ എന്നാൽ എന്താണ് രംഗവസ്തുക്കൾ? അതായത് അരങ്ങിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഭിനേതാക്കളെ സഹായിക്കുന്നതും അഭിനേതാക്കൾ സ്വയം കൈകാര്യം ചെയ്യുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതെ, രംഗവസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അരങ്ങിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഭിനേതാക്കളെ സഹായിക്കുന്നതും അഭിനേതാക്കൾ സ്വയം കൈകാര്യം ചെയ്യുന്നതുമായ വസ്തുക്കളെ രംഗവസ്തുക്കൾ എന്ന് പറയുന്നു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന സംഗീതോപകരണങ്ങൾ ഓരോന്നും നാദത്തിന്റെ ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? യെസ്, എ എന്ന് പറയുന്നത് ചെണ്ട ഏതാണ്? ചർമ്മജമാണല്ലേ. ദെൻ ലോഹജമാണ്. ദെൻ വായുജം, നഗജമാണ് അല്ലേ. ഏതൊക്കെയാണ്? ചർമ്മജം, ബി നഗജം, സി ലോഹജം, ഡി വായുജം, ഈ നഗജം.
ദെൻ കേരളത്തിൻ്റെ ചില അനുഷ്ഠാന നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓരോ നൃത്തരൂപത്തിൻ്റെയും പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്താണ്? തെയ്യമാണല്ലേ. ബിയോ പരിചമുട്ടുകളിയാണ്. ദെൻ സി ഏതാണ് കൂട്ടുകാരി? പടയണിയാണ്. ഡിയോ തിറയാണല്ലേ. ദെൻ ഇ ഏതാണ്? ദഫ്മുട്ടാണ്. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം അനുയോജ്യമായവ ചേർത്തെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. രാജാവ് എന്തായിരിക്കും വരിക? കിരീടം, വാളല്ലേ. രാജാവ്, കിരീടം, വാള്. ദെൻ നെക്സ്റ്റ് കർഷകനാണല്ലേ. എന്തായിരിക്കും? കൈക്കോട്ട്, കുട്ട അല്ലേ. ദെൻ പോലീസ് ഏതായിരിക്കും വരിക? യെസ്, തൊപ്പിയിലാത്തി അല്ലേ. മത്സ്യത്തൊഴിലാളി വല, തുഴ. ദെൻ ഡോക്ടർ സ്റ്റെതസ്കോപ്പ്, സിറിഞ്ച്. എളുപ്പമല്ലേ. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്ന മാസ്കുകളെ തിരിച്ചറിഞ്ഞ് അവ ഏതു രാജ്യത്തിൻ്റെതാണെന്ന് കണ്ടെത്തി എഴുതുക അല്ലേ. ഫസ്റ്റത്തെ ഏതാണ് കൂട്ടുകാരെ? എ ഏതാണ്? ചൈനീസ് ആണ് അല്ലേ. ബിയോ അതെ ഗ്രീക്ക് ആണ്. ദെൻ സി ഏതാണ്? ഈജിപ്ഷ്യൻ ആണ് അല്ലേ. ഡിയോ ആഫ്രിക്കൻ ആണ്. ഈ ജപ്പാനീസ്. അപ്പോൾ ഏതാണ്? ചൈനീസ്, ബി ഗ്രീക്ക്, സി ഈജിപ്ഷ്യൻ, ഡി ആഫ്രിക്കൻ, ഈ ജപ്പാനീസ്. ഓക്കെ, ദെൻ 15ാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായൊരു കഥ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടുകാർ എന്ത് ചെയ്യുക? സ്വയം ചെയ്ത് നോക്കുക, ഒരു കഥ തയ്യാറാക്കി നോക്കുക. ഓക്കെ, ദെൻ തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മനസ്സുണ്ടെങ്കിൽ മാനത്തും വിള എന്നു കേട്ടിട്ടില്ലേ? സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിൽ കൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ് എന്ത് കൂട്ടുകാരെ? അതെ, ലംബ കൃഷിയല്ലേ. ആൻസർ എന്താണ്? ലംബ കൃഷി. ദെൻ വിവിധ ആവശ്യങ്ങൾക്കായി ദ്രാവകങ്ങളും വാതകങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കൽ. വയറിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, വുഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതേ, പ്ലംബിംഗ് ആണല്ലേ. ഓക്കെ, ആൻസർ പ്ലംബിംഗ്. ദെൻ നെക്സ്റ്റ് നോക്കൂ. വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ അനുയോജ്യമായത് ഗൂഗിൾ ക്രോം, മോസില്ല, ജിയോജിബ്ര, മീഡിയ പ്ലെയർ. ഏതായിരിക്കും കൂട്ടുകാരെ? എന്താണ്? വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ അനുയോജ്യമായതാണ് അല്ലേ. ഏതായിരിക്കും? ഓക്കെ, ജിയോജിബ്രയാണ് അല്ലേ. ആൻസർ എന്താണ്? ജിയോജിബ്ര. ദെൻ വീടിന്റെ പ്ലാനിൽ മുറികളുടെ ക്രമീകരണം നടത്തുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഘടകമാണ് അനുയോജ്യമായതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏത് ഘടകമാണ് അനുയോജ്യമായത്? മണ്ണിന്റെ ഉറപ്പ്, കെട്ടിടത്തിന്റെ മേൽക്കൂര, വായു സഞ്ചാരം, ഭൗതിക സാഹചര്യം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? നമുക്കറിയാം ഏതാണ് കൂട്ടുകാരെ. അതായത് വീടിന്റെ പ്ലാനിൽ മുറികളുടെ ക്രമീകരണം നടത്തുന്നതിന് നമുക്ക് തന്നിട്ടുള്ളവയിൽ ഏത് ഘടകമാണ് അനുയോജ്യമായിട്ടുള്ളത്? അതെ, വായു സഞ്ചാരമാണ്. ഏതാണ് ആൻസർ? വായു സഞ്ചാരം. ഓക്കെ, ദെൻ ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സാമഗ്രി തിരിച്ചറിഞ്ഞ് എഴുതുക. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സാമഗ്രി? വാൽവാണ് അല്ലേ. ഏതാണ്? വാൽവാണ്. ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഏതാണ്? നമുക്കറിയാം, വാൽവാണ് അല്ലേ. ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. രാമുവിന്റെ അച്ഛൻ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീടിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണല്ലേ. എന്തൊക്കെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലേ. അതുപോലെ എന്താണ്? കുടുംബാംഗങ്ങളുടെ എണ്ണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ദെൻ കുടുംബാംഗങ്ങളുടെ എണ്ണം. ദെൻ 7ാമത്തെ ചോദ്യം നോക്കിയാലോ നമുക്ക്. ലംബ കൃഷി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ സാമഗ്രികളാണ് ലംബ കൃഷിക്ക് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വേൾഡ് മെഷും അതുപോലെ തന്നെ PVC പൈപ്പും, ആൻറ്റിക്യാം, ദെൻ ഗ്രീൻ നൈറ്റ്, ചരട്, കത്രിക, ഇവയൊക്കെയാണല്ലേ. ദെൻ കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളവും എത്തിക്കുവാനുള്ള പ്ലംബിംഗ് സംവിധാനം നിങ്ങൾ പഠിച്ചുവല്ലോ. പ്ലംബിംഗ് ആരംഭിക്കുന്നതിന് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മൾ സുരക്ഷാ മുൻകരുതലുകളായി ചെയ്യേണ്ടത്? വാൽവ് അടയ്ക്കുക, ദെൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക, കയ്യിൽ ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ധരിക്കുക, ഇവയൊക്കെയാണല്ലേ. ദെൻ ലംബകൃഷി ഉപയോഗിക്കുന്ന തൈകൾ ഏതെല്ലാം? 4 എണ്ണത്തിന്റെ പേരെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? ചീര, തക്കാളി, വഴുതന, പച്ചമുളക്. ഏതൊക്കെയാണ്? ചീര, തക്കാളി, വഴുതന, പച്ചമുളക്. ദെൻ ഉചിതമായവ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, ഉചിതമായത് ഏതാണ് നമ്മൾ വരുന്നത്? അതെ, എ റെഡ്യൂസർ ആണല്ലേ. നോക്കൂ, എ റെഡ്യൂസർ ആണ്. ഓക്കെ, ദെൻ ബി ഏതാണ്? എ ഏതാണ്? ഓക്കെ, എ കപ്ലിംഗ് ആണ്. ദെൻ ബി റെഡ്യൂസർ ആണ്. ദെൻ സി അഡ്ജസ്റ്റബിൾ സ്പാനർ അല്ലേ.
ദെൻ ഈ ഡി ഏതാണ്? ഹാക്സോ ആണ് അല്ലേ, ഹാക്സോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഉണ്ട് അല്ലേ, 11ഉം 12ഉം ചോദ്യങ്ങളുടെ അതും കൂടി നോക്കാം നമുക്ക്. 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. മനോഹരമായി നമ്മുടെ വിദ്യാലയത്തിന്റെ ലേ ഔട്ട് തയ്യാറാക്കാമോ? കെട്ടിടങ്ങളുടെ സ്ഥാനം, റോഡുകൾ, ദിശാസൂചകം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലേ ഔട്ട് എന്ത് ചെയ്യുക? തയ്യാറാക്കുക അല്ലേ. ദെൻ നമ്മുടെ വിദ്യാലയത്തിൽ ലംബ കൃഷി ചെയ്യുന്നതിനായി 2 ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ടവറുകളിലേക്ക് ജലസംഭരണിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനായുള്ള പ്ലംബിങ്ങിന്റെ രേഖാചിത്രം വരച്ചു നൽകുക. ആവശ്യമായ പൈപ്പുകൾ, പ്ലംബിംഗ് സാമഗ്രികൾ എന്നിവ രേഖാചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജലസംഭരണിയും ടവറുകളുടെയും മാതൃക കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ഈ പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.